അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ലൊരു പ്രഭാതം നമുക്ക് കർത്താവ് ഭൂമിയിൽ ദാനം നൽകി കർത്താവിനെ ആരാധിക്കുവാൻ ആരോഗ്യ സൗഖ്യം നൽകി നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. പല ഭവനങ്ങളും പലയിടങ്ങളും അടുത്ത് മകലൊക്കെയായിരുന്നു നമ്മളുടെ കർത്താവിന്റെ കൃപ അത്യന്തമായി കർത്താവ് അവിടെല്ലായിരുന്നപ്പോൾ പകർന്നു. കർത്താവിന്റെ വലിയ സ്നേഹവും കരുണയും നമ്മളോട് അവിടുന്ന് പ്രദർശിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ പകലും ആരോഗ്യത്തോടെ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നമ്മുടെ കഴിവും പ്രാപ്തിയും കൊണ്ട് നമ്മൾ വന്നതല്ല, യേശുവിന്റെ കൃപയാൽ നമ്മളെ കൊണ്ടുവന്നതാണ്. ആ ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ കവിയും. ദൈവത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ എന്തോ കാണാൻ കാഴ്ചക്കാരെ പോലെ ഇരിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ നന്ദി നിറയുമ്പോൾ അത് വായിലൂടെ സ്തോത്രമായി നന്ദിയായി ആരാധനയായി പുറത്തു വന്നുകൊണ്ടിരിക്കും. ചേർന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നാമത്തിൽ വിശേഷം വന്ദനം ചെയ്യുന്നു. വേഗത്തിൽ ദൈവവചന ചിന്തകളിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറുന്ന ആലോചന മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വചനത്തിൽ നിന്നാണ്. നിങ്ങൾ ബൈബിൾ തുറക്കണം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വചനം. നമ്മുടെ യേശു കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിൽ തിരുവായി മൊഴി അരുളി ചെയ്തൊരു വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിന്റെ പശ്ചാത്തലം സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ രക്തസ്രവം പിടിക്കപ്പെട്ട് 12 വർഷത്തോളം പല വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ട് ഭേദം വരാതെ മുതലെല്ലാം ഹോസ്പിറ്റൽ മാറി കയറി ഇറങ്ങി കൊടുത്തു. തകർക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മേൽ കർത്താവ് കൊടുത്ത വിടുതൽ പല ആവർത്തി ആ ഭാഗമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. വ്യത്യസ്തമാകുന്ന പല ചിന്തകൾ ആ ഭാഗത്ത് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കുണ്ടായ വിടുതലല്ല ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ആ വിടുതൽ ഒട്ടും കുറച്ച് കാണുന്നില്ല. 12 വർഷമായി അനുഭവിച്ച ബാധയെ കർത്താവ് ഒറ്റ ക്ഷണത്തിൽ, അതും യേശു നേരിട്ടല്ല ചെയ്തത്, അവൾ വിശ്വാസത്താൽ എന്ത് ചെയ്തു? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം അനുഭവിച്ചു. ആ സംഭവമാണ് മനസ്സിലായത്. നമ്മുടെ വിഷയം അതല്ല. ഈ രക്തസ്രാവം എന്ന് പറയുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ അത് വളരെ വെറുക്കപ്പെട്ട അറുക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സമൂഹം വിളിക്കുന്ന പേര് അശുദ്ധ, അൺക്ലീൻ എന്നാണ്. എല്ലാവരുടെ ഒപ്പം വീട്ടിൽ താമസിക്കാൻ അവർക്ക് അനുവാദമില്ല. സമൂഹത്തിൽ എല്ലാവരെയും പോലെ ഇറങ്ങി നടക്കാൻ, കടകളിൽ പോകാൻ, പള്ളിയിൽ പോകാൻ, എല്ലാത്തിടത്തും പോകാൻ അവർക്ക് പെർമിഷൻ ഇല്ല. രക്തസ്രാവം എന്ന് പറയുന്ന രോഗത്തിന് ഒരാൾ അടിമപ്പെടുമ്പോൾ അവർ പഴയ നിലത്തിന്റെ കൺസെപ്റ്റിൽ നോക്കിയാൽ പാളയത്തിന്, ടെറിറ്ററിക്ക് പുറത്താണ് അവരുടെ വാസം. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒപ്പം വീട്ടിൽ താമസിക്കാനോ എല്ലാവരുടെയും സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി സഹോദരവും സൗഹൃദവും ഒക്കെ അനുഭവിക്കാൻ അവർക്ക് അനുമതിയില്ല. ഒത്തിരി വിലക്കുകൾ കൊണ്ട്, ഒത്തിരി നിയമത്തിന്റെ കുരുക്കിനകത്ത് അടിച്ചമർത്തപ്പെട്ടവരാണ് രക്തസ്രാവം എന്ന് പറയുന്ന രോഗത്തിന് വിധേയപ്പെട്ടവർ. അതുകൊണ്ട് ഇവളെ കാണുമ്പോൾ സമൂഹം ഇവൾക്ക് കൊടുത്തൊരു പേര്, ഒരു ലേബലുണ്ട്. അവൾ ആരാ? അശുദ്ധ, അൺക്ലീൻ. അപ്പൊ സകല പുരുഷാരവും അവളെ വിളിക്കുന്നത് എന്താ? അശുദ്ധയെന്നാണ്. അശുദ്ധയെന്നാണ്. അത് സമൂഹം അവൾക്ക് കൊടുത്ത ഒരു പേരാണ്. ആമേൻ. പക്ഷെ യേശു അവളെ വിളിച്ച പേര് 34-ാമത്തെ വാക്യത്തിലുണ്ട്, മക്കളെ. സമൂഹം മുഴുവൻ അശുദ്ധയെന്ന് വിളിക്കുമ്പോൾ യേശു വിളിക്കുകയാ, മകളെ. ആമേൻ. Crowd called her unclean, but Jesus called her daughter, my daughter. ആമേൻ. ഈ സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് സമൂഹം ചാർത്തി നൽകിയ പല പേരുകൾ കാണാം, പല ലേബലുകൾ കാണാം. അതുള്ളവരുണ്ടോ ഇതിനകത്ത്? പറയണ്ടേ? ഇപ്പോൾ പറയാൻ കൊള്ളാത്ത പേരായി. ചിലർക്ക് ഇരട്ട പേര്, ചിലർക്ക് മട്ട പേര്, അല്ലെ ചിലർക്ക് തൊഴിലിന്റെ പേരിൽ. നല്ല മാന്യതയുള്ള തൊഴിൽ കുഴപ്പമില്ല, എല്ലാ തൊഴിലും ബന്ധമായ മാന്യത ഉണ്ടെങ്കിലും ചില പേരുകളൊക്കെ വിളിക്കുമ്പോൾ ചിലർക്കൊരു അപകർഷതാ ബോധമുണ്ട്.
അങ്ങനെ സമൂഹം നമുക്ക് പല ലേബലുകളും ചാർത്തി തരുന്നത് എങ്ങനെയെന്നറിയാമോ? ഒന്ന് നമ്മുടെ പരാജയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കൂടെ ഉണ്ടോ? നമ്മുടെ ലൈഫിൽ എന്തോ സംഭവിച്ച ഒരു പരാജയത്തിന്റെ പേരിൽ സമൂഹം മുഴുവൻ നമ്മളെ ആ ലേബലിൽ വിളിക്കുമ്പോൾ, നമ്മൾ സമൂഹത്തിൽ ആ പേരിൽ അറിയപ്പെടുമ്പോൾ, എന്തിനാണ് യേശു നമ്മളെ വിളിക്കുന്നത്? മകളെ, മകനെ എന്നാണ്. അവനെ മനുഷ്യരിൽ നിന്ന് പറയുന്ന നാളെ നമുക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാകും, നാളെ മറ്റൊന്ന് മാറ്റി പറയും. പക്ഷെ കർത്താവിന്റെ പ്രത്യേകത, ഒരു വിധിഭേദത്തിന്റെ ആച്ഛാദനമില്ല. മൂഡ് ചേഞ്ച് എന്ന് പറയുന്ന പരിപാടി യേശുവിനില്ല. ആമേ, സകലത്തിന്റെ സൃഷ്ടിതാവായവൻ, നമ്മുടെ നിത്യപിതാവായവൻ ഇന്ന് മകൻ എന്നെയും നിന്നെയും ആമേ മകനെ മകളെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ ആമേ തുള്ളി ചാടിയിട്ട് പറയണം, എനിക്ക് ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം വേറെ ഇല്ല, ഇതിനേക്കാൾ വലിയൊരു പ്രശംസ, ഇതിനേക്കാൾ വലിയൊരു പദവി എനിക്ക് ഈ ഭൂമിയിൽ ലഭിക്കാൻ. സമൂഹം എന്നെ എന്ത് വേണം വിളിച്ചോട്ടെ, മാന്യത കുറവായിരിക്കാം, പക്ഷെ എന്റെ നിത്യപിതാവ് എന്നെ വിളിക്കുന്നത് മകനെ, മകളെ എന്നാ. ഒരിക്കൽ ജീവിതത്തിൽ സംഭവിച്ച പരാജയം മനുഷ്യൻ മറക്കാൻ പാടാ. ആ പരാജയം ഇന്നും അവന്റെ ഓർമ്മയിലിരിക്കും. ആ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ നമുക്ക് ചില ലേബലുകൾ ചാർത്തി നൽകും. പക്ഷെ കർത്താവിന്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ പാടിയതുപോലെ ക്ഷമ. അവൻ ദീർഘമായ ക്ഷമ. ക്ഷമ ലഭിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ പറയുന്നത്. നമ്മുടെ പരാജയങ്ങളെ കർത്താവ് വലുതായി കാണുന്നില്ല. നമ്മൾ പരാജയപ്പെട്ടിടത്ത് തന്നെ നമ്മളെ ഉയർത്തുവാൻ ആ ദൈവത്തിന്റെ പദ്ധതി. ഏത് ഗലീല കടലാണോ പത്രോസേ നിന്നെ രാത്രി മുഴുവൻ പരാജയപ്പെടുത്തിയത്, അതേ ഗലീല കടലിന്റെ നടുവിൽ, ഒത്ത നടുവിൽ തന്നെ, ഈ പരാജയപ്പെട്ട സ്പോട്ടിൽ തന്നെ ആമേ നിന്റെ പടകിനെ മുക്കുന്ന തരത്തിൽ, നിന്റെ വലയെ കീറത്തക്ക നിലയിൽ പെരുത്ത മത്സ്യക്കൂട്ടത്തെ അകപ്പെടുത്തി നിന്റെ പരാജയത്തെ വിജയമാക്കി ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എന്റെ യേശു മതിയായവൻ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് വായികൾ തുറന്ന് അടിസ്ഥാനത്തിൽ സമൂഹം വിലക്കേർപ്പെടുത്തും. സമൂഹം ചാർത്തി നൽകുന്ന ചില നാമകരണങ്ങളുണ്ട്. അതിനെ ഇന്ന് രാവിലെ വലുതായി കാണരുത്. എന്റെ കർത്താവ് എന്താ എന്നെ വിളിക്കുന്നത്? എന്റെ യേശു എന്താ എന്നെ വിളിക്കുന്നത്? എന്താ വിളിക്കുന്നത്? മകനെ, മകളെ. അടുത്തേക്ക് നമുക്ക് കൈ കൊടുത്ത് ചിരിച്ചോണ്ട് പറ, നിങ്ങൾ കർത്താവിന് പ്രിയരാന്ന് പറ. ഉറപ്പുണ്ടെ പറഞ്ഞാൽ മതി. മനുഷ്യർക്ക് ഒരു പക്ഷേ പ്രിയരായിരിക്കത്തില്ല, മനുഷ്യർക്ക് നിങ്ങളെ ബോധിക്കുന്നില്ല, എല്ലാവരുടെയും എല്ലാ സ്വഭാവവും മനുഷ്യന് പിടിക്കത്തില്ല. പക്ഷെ യേശു നിങ്ങളെ നന്നായി പിടിക്കും. റൊമ്പ പിടിച്ചിരിക്കെ ആമേ, കർത്താവ് നിങ്ങളെ നന്നായി പിടിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ വിളിക്കുകയാണ് മകനെ, മകളെ. ഹല്ലേലൂയ. മകനെ, മകളെ എന്ന് വിളിക്കുന്ന വിളിക്കകത്ത് ഹല്ലേലൂയ ഒരു സ്നേഹമുണ്ട്, അതിനകത്തൊരു ആർദ്രതയുണ്ട്, അതിനകത്തൊരു സംരക്ഷണമുണ്ട്. ആ വിളിക്കകത്ത് ആമേ ഒരു അവകാശമുണ്ട്. ഇതുവരെ വിളിച്ചു പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രിയ മകനാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രിയ മകളാ. പൊടിയും കൃമിയും പഴുതാനെയും മണ്ണും മണ്ണാകട്ടെയും അടിയനെ അടിയാട്ടിയെ പൊടിയോളം എന്നൊക്കെ ആയത്താഴ്വയുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയം വേദനിക്കുക. ഞാൻ എനിക്ക് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി മകനും മകളുമാക്കിയിട്ട് ഇപ്പോഴും പൊടിയാണല്ലോ കൃമിയാണല്ലോ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഹൃദയം വേദനിക്കുക. ഇന്ന് മകൻ ഉറപ്പുള്ളവർ, വെളിപ്പാടുള്ളവർ ചെറുപ്പറ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എന്റെ ലേബൽ ഉയർത്തി അഭിമാനത്തോടെ അവൻ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അടിയാട്ടിയല്ല, ഞാൻ അടിയാനല്ല, അവൻ ഞാൻ കൃമിയല്ല, ഞാൻ ദൈവത്തിന്റെ മകൾ. വെളിപ്പാടിനകത്ത വിടുതൽ സംഭവിക്കുന്നത്. വീട്ടിനകത്ത് ദാസൻ കയറി വരുന്നതും മകൻ കയറി വരുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്. പുത്രത്വത്തിന്റെ തിരിച്ചറിവുള്ളവൻ വീട്ടിൽ ധൈര്യത്തോടെ കയറി വരും. അവന്റെ അപ്പൻ ഒരു പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, പക്ഷെ മകൻ കയറി വരുന്നത് സുപ്രീം കോടതി ജഡ്ജി എന്നുള്ള ആ തിരിച്ചറിവിലല്ല, എന്റെ അപ്പനാണെന്നുള്ള ബോധ്യത്തില്ല. നമ്മുടെ ചിന്തയിലുള്ള ദൈവസങ്കല്പം എന്താണെന്നറിയാമോ? എനിക്ക് കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്നു. നരച്ച താടിയൊക്കെയുള്ള, മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരപ്പൂപ്പൻ ഒരു ചാലികസേനയിൽ വരാന്തയിൽ
ഇങ്ങനെ താടിയൊക്കെ തടവിക്കൊണ്ട് കിടക്കുന്നു. ഇതാണ് ദൈവം എന്നൊരു സങ്കല്പം അറിയാതെ ദൈവം എന്ന് പറയുമ്പോൾ വരുമായിരുന്നു. പക്ഷേ ഇതൊക്കെ തിരിച്ചറി നമ്മളോടൊപ്പം സന്തോഷിക്കുന്ന, നമ്മളോടൊപ്പം ആനന്ദിക്കുന്ന, കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടക്കുന്ന, നമ്മളോടൊപ്പം ഉല്ലസിക്കുന്ന, മകനെ മകളെ എന്ന് വിളിച്ച് മാറോട് നമ്മളെ ചേർത്തണയ്ക്കുന്ന, ആകൃതിയും കരുണയും കാണിക്കുന്ന സ്നേഹനിധിയായ പിതാവ് ആ യേശുവിനെ ഇന്ന് രാവിലെ ആ വെളിപ്പാടിൽ കാണുന്നവർ കരങ്ങൾ അടിച്ച് സകലത്തെ സൃഷ്ടിച്ചവൻ, സകലത്തിന്റെയും കാരണഭൂതനായവൻ, സകലത്തിന്റെയും ആധാരമായവൻ ഇന്ന് പകൽ എന്റെ പിതാവാണെങ്കിൽ എനിക്കതിനൊരു അഭിമാനമുണ്ട്. അവൻ അപ്പനാരാണെന്ന് ബോധ്യമില്ലാത്തവർ അറിയുന്നേ. അപ്പനെ പിടികിട്ടാത്തവർക്കകത്ത് അരക്ഷിതത്വ ബോധം, സുരക്ഷിതത്വമില്ലായ്മ, അപ്പനാരെന്ന് തിരിച്ചറിയുക. നിസ്സാരമാകുന്ന വിഷയങ്ങളെ കണ്ടവർ ഭയപ്പെടത്തില്ല, അവർ നിരാശപ്പെടത്തില്ല. കൂടെ ഉണ്ടോ നിങ്ങൾ? മനസ്സിലാകുന്നുണ്ടായി കൂടെ നിന്നെ കൂടെ ഒന്നിനും കൊള്ളത്തില്ല, നീ ശരിയായിട്ടില്ല. അവൻ ഒന്നുകൂടെ ഇതല്ല ഞാൻ പറയുന്നത്, നീ ദൈവത്തിന്റെ പ്രിയ മകനോ ദൈവത്തിന്റെ പ്രിയ മകളുമാണെന്ന്. മനുഷ്യൻ നമ്മുടെ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ലേഖകൾ ചാർത്തി നമ്മളെ ആ കണ്ണിലൂടെ കാണുമ്പോൾ ഇന്ന് രാവിലെ പരാജയത്തെ വലുതായി കാണാത്ത സ്നേഹനിധിയായ പിതാവ് നമ്മളെ വിളിക്കുന്നു, മോനെ മോളെ. മനുഷ്യൻ നമ്മളെ കാണുന്നത് പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ വീക്ക്നെസ്സിന്റെ, നമ്മുടെ ബലഹീനതയുടെ, നമ്മുടെ വീട്ടിൽ വന്നുപോയ എന്തെങ്കിലും കുറവുകളാകാം, അല്ലെങ്കിൽ നമുക്കുള്ള സ്ഥായിയായി നമുക്കുള്ള ചില ബലഹീന വശങ്ങൾ എല്ലാം തികഞ്ഞവരുടെ അതിനകത്ത് ഉണ്ടോ? അങ്ങനെയെങ്കിൽ കുരിശുപള്ളിയിൽ പോകണം, അതിനകത്ത് ആമേ ലൈറ്റൊക്കെ കത്തിച്ച് കയറ്റിയിരുന്നോ? ആമേ അങ്ങനെയുള്ള ഒറ്റ ഒരെണ്ണത്തിനകത്തില്ല. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ ആരും ഈ പ്രപഞ്ചത്തിലില്ല. നമ്മളെല്ലാം ബലഹീനതകളുണ്ട്, നമ്മളെല്ലാം കുറവശങ്ങളുണ്ട്. സ്വന്തം മനുഷ്യനെ അംഗീകരിക്കാൻ, മനുഷ്യനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പലപ്പോഴും പാടായിരിക്കും. പക്ഷെ നമ്മുടെ വീക്ക്നെസ്സിലും നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നവനാ ഇന്ന് നാം ആരാധിക്കുന്ന കർത്താവ്. ആമേൻ. പിന്നെ മനുഷ്യൻ നമുക്ക് തരുന്ന ലേബലുകൾ നമ്മുടെ ഇന്നലകളെ കണ്ടുകൊണ്ടാണ്. നമ്മുടെ പാസ്റ്റ്, നമ്മുടെ ഇന്നലകളിൽ എന്തായിരുന്നു അല്ലേ? ചിലരൊക്കെ നല്ല പഠിച്ച് ഉയരത്തിലെത്തി നല്ല പ്രൊഫഷനൊക്കെ അല്ലെങ്കിൽ നല്ല പൊസിഷനൊക്കെ എത്തി കഴിയുമ്പോൾ അസൂയുള്ളവർ പറയും, ഇന്നലെ കിടന്ന് ഞാൻ അറിയാം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ടാ ജീവിച്ചത്. പഴയകാലം നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. സ്വത്രം. ഇപ്പോഴല്ലേ ഈ പേരും പത്രാസും ഒക്കെ ആയത്. അതിങ്ങനെ വരുന്ന വാക്കെന്നറിയാമോ? അസൂയ വരുന്ന വാക്കാണ്. ആമേൻ. കർത്താവ് ഇന്നലകളെ കാണുന്നില്ല. ഇന്ന് നീ എങ്ങനെയായിരിക്കുന്നു, ഇന്ന് നീ എങ്ങനെയായിരിക്കുന്നു, ഇന്നലെ നീ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇന്ന് നീ ഏത് ലെവലിലാണ്, ഇന്ന് നിന്റെ അവസ്ഥ എങ്ങനെയാണ്, ഇന്ന് നിന്റെ വിശ്വാസം എങ്ങനെയാണ്, ഇന്ന് നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്. അതുകൊണ്ട് ഇന്നലകളിലെ അനുഭവത്തെ ചൊല്ലി വമ്പ് പറയുക, പ്രശംസിക്കുകയോ ചെയ്യാതെ ഇന്ന് കർത്താവായിട്ടുള്ള ബന്ധം ഏറ്റവും ദൃഢമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ശ്രമിക്കാം. ഇന്നലെ ഞാൻ എന്തോ വലിയ പുള്ളിയായിരുന്നു എന്ന് ചുമ്മാ വമ്പ് പറയുന്നിടത്തല്ല, ഇന്ന് നീ എങ്ങനെയാണ് കർത്താവായിട്ടുള്ള ബന്ധത്തിൽ. യേശുവിന്റെ പറഞ്ഞു, ഇപ്പോൾ പിടിച്ചത് കൊണ്ടുപോവാ. നേരത്തെ പിടിച്ചത് ഒത്തിരി പടകി കിടപ്പുണ്ട്, അതെനിക്ക് വേണ്ട. ഇപ്പോൾ പിടയ്ക്കുന്നത് എനിക്ക് വേണം. ഇപ്പോൾ പിടിച്ചത്, ഇപ്പോൾ നിന്റെ പൊസിഷൻ, ഇപ്പോൾ നിന്റെ ബന്ധം, ഇപ്പോൾ നിന്റെ ആത്മീയത, ഇപ്പോൾ നിന്റെ പ്രാർത്ഥന ജീവിതം, ഇപ്പോൾ നിന്റെ ദൈവാശ്രയം, ഇപ്പോൾ നിന്റെ വിശ്വാസം, ഇപ്പോൾ നിന്റെ ആരാധന, ഇപ്പോൾ ദൈവജനത്തോടുള്ള നിന്റെ പ്രതികരണം, ഇപ്പോൾ നിന്റെ വചനധ്യാനം എങ്ങനെയുണ്ട്? ആമേൻ. പാസ്റ്റിനെ, ഇന്നലകളെ വലുതായി കാണുന്നില്ല. മനുഷ്യൻ ഇന്നലകളെ കണ്ട്, ആമേൻ, ഇന്നലകളെ പരാജയങ്ങളെ കണ്ട്, ആമേൻ, നമ്മളെ പരിഹസിക്കുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ കർത്താവിന്റെ ഇന്നത്തെ അവസ്ഥയാണ് കാണുന്നത്. കരങ്ങളുയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഇന്നലകളിൽ ഒത്തിരി വേദന നമ്മൾ അനുഭവിച്ചതാണ്. ഇന്നലകളിൽ ഒത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ, മറക്കാൻ കഴിയാത്ത, എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് മായാത്ത ആമേൻ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകും. പക്ഷെ അതിനെ വലുതായി കാണരുത്. ചില മുറിവുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഉയർച്ച പ്രാപിക്കാൻ പറ്റത്തില്ല. ഹലോ, ഇവിടെ ഉണ്ടോ? യോസേഫേ, സഹോദരന്മാർ നിന്നോട് ചെയ്തത് നീ ഓർത്തോണ്ടിരുന്നാൽ ആമേൻ നിനക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ പറ്റത്തില്ല. നീ മറന്നാൽ നിന്നെ മന്ത്രിയാക്കാം.
ഇന്നലെ അവരോട് പരിശുദ്ധാത്മ പറയുന്നു, ചിലതൊക്കെ മനഃപൂർവ്വം മറക്കാൻ, ചിലത് മനഃപൂർവ്വം ക്ഷമിക്കാൻ. വേദനയുടെ മുള്ളിന്റെ പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മായാതെ മനസ്സിന്റെ അടിത്തട്ടിൽ മാഞ്ഞു കിടക്കവേ മറിഞ്ഞു കിടക്കുകയാണോ ഇന്ന് വളരെ മായിക്കുന്ന ഒരു സാന്നിധ്യം. മനുഷ്യ പരാജയങ്ങൾ, വീക്ക്നെസ്, ഇതൊക്കെ മനുഷ്യൻ കാണുമ്പോൾ എന്റെ കർത്താവ് കാണുന്നുണ്ടെന്നറിയാമോ? കർത്താവ് ഇന്നത്തെ നിന്റെ വിശ്വാസം, ഇന്നത്തെ നിന്റെ വിശ്വസ്തത കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാ. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? മനുഷ്യൻ വിളിക്കുന്ന പേരിനകത്തൊന്നും ഒരു കാര്യമില്ല. സ്വന്തം ലോകത്തിൽ തന്നെ ചില പേരുകളൊക്കെ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നാറുണ്ട്. ഹലോ, ചിലർക്കാരുടെ പേരാണ് ആനന്ദവല്ലി. അയൽവക്കത്തൂടെ പോലും ഒരു ആനന്ദം പോയിട്ടില്ല. ചിലരുടെ പേരാണ് ഓമന കുട്ടൻ. കഠിന ക്രൂര ഹൃദയമാണ്. അറുത്ത കൈ കുപ്പ് തേക്കത്തില്ല. പേരുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആരോ ഇവിടെ ഇല്ലേ? സ്തോത്രം. നമ്മുടെ കടയിലൊക്കെ ഇപ്പൊ പലഹാരം കുറഞ്ഞു. നേരത്തെ കിട്ടുന്നൊരു പലഹാരമാണ് നെയ്യപ്പം. നെയ്യപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടില്ല. പണ്ടെപ്പോഴെങ്കിലും ഉണ്ടാക്കി കാണും. പക്ഷെ വെളിച്ചെണ്ണ പോയി പാം ഓയിലിനകത്ത്, സൺഫ്ലവർ ഓയിലിനകത്ത് ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരെന്താ? പേരിനകത്ത് കാര്യമില്ല, ഗുണത്തിലാ കാര്യം. ഹല്ലേലൂയ. പേരാർക്കും എന്തും വിളിക്കാം. പേര് കൊണ്ട് പ്രയോജനമില്ല. ഗുണമുണ്ടോ? ചിലരുടെ പേരാണ് നേഴ്സി. നേഴ്സി എന്ന് പറയുന്നത് അവരുടെ അർത്ഥം കരുണ, ദയ. അയൽവക്കത്തൂടെ ഒരു തരി പോലും പോയിട്ടില്ല. ഒരു തരി പോലും പോയില്ലെങ്കിലും അത് കൈയുയർത്തി ആരാധിക്കും. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. തൊട്ട് നോക്കണം, അവരുടെ വിഷയത്തെ ഒന്ന് തൊട്ട് നോക്കണം. അന്നേരം അറിയാം തരിയാണോ ടൺ കണക്കിനാണോ അകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന്. കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് സ്തോത്രം ചെയ്യുക. സമൂഹം വിളിക്കുന്ന പല പേരുകളും എന്ന് പറയുമ്പോൾ സന്തോഷം, വിഷമം, സന്തോഷ് കുമാർ, സന്തോഷ് എന്ന് പറയുന്നത് സന്തോഷമുള്ളവൻ, സന്തോഷിക്കുന്നവൻ. ഒരു സന്തോഷിച്ചോണം, അല്ലെങ്കിൽ പേര് മാറ്റുന്നു. പേര് മാറ്റണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോളണം. ഹല്ലേലൂയ. അപ്പൊ പേരിനകത്തൊരു കാര്യമില്ല. പേരിന്റെ സ്വഭാവം കാണിക്കണം, പേരിന്റെ ഗുണം കാണിക്കണം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ദൈവം നമ്മളെ വിളിക്കുന്ന പേരെന്താ? പരാജയപ്പെട്ടവനെന്നല്ല, വേദന നിറഞ്ഞവനെന്നല്ല, ശാപഗ്രസ്തനല്ല, അടിമത്തത്തിൽ കിടക്കുന്നവനെന്നല്ല. നമ്മളെ കർത്താവ് വിളിക്കുന്നത് മോനെ. മോനെ, അതിനേക്കാൾ നിന്റെ വിധി വേറെയില്ല. ഹലോ, മോനെ എന്നൊരാൾ വിളിക്കുമ്പോ സ്തോത്രം, അതിനകത്ത് ഒരു ആർദ്രതയില്ലേ? ഇല്ലേ? ഞങ്ങളൊക്കെ ആര് വിളിക്കാനാ? വയസ്സും പ്രായമായി, ആര് വിളിക്കാനാ മോനെന്ന്? എനിക്കും ആ വിളി കുറഞ്ഞോണ്ടിരിക്കുക. സ്തോത്രം. എന്റെ സുഹൃത്തുക്കളെത്തിപ്പെട്ട ദേവദാസന്മാരും പാസ്റ്റേഴ്സും ലീഡേഴ്സും ഒക്കെ എന്നെ മോനെന്ന് വിളിക്കും. സ്തോത്രം. അവരെന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടം. പക്ഷെ എല്ലാവരും എന്നെ മോനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഹല്ലേലൂയ. അപ്പൊ എന്റെ മോൻ കുഞ്ഞായിരുന്നപ്പോ ഒരു സമയം മീറ്റിംഗ് കഴിപ്പിച്ചതിന് എന്നെ മോനെ മോനെ വിളിക്കുമ്പോ എന്നെ മോനെ വിളിക്കുക. അപ്പൊ എന്തിനാ പാസ്റ്റർ മോനെ മോനെ എന്ന് വിളിക്കുന്നത്? അപ്പൊ മോനല്ലല്ലോ, അപ്പൊ എന്തിനാ മോനെ മോനെ എന്ന് വിളിക്കുന്നത്? അവർ മനസ്സിലായത് ആ വിളിക്കകത്തുണ്ട് ഒരു അഫെക്ഷൻ ഉണ്ട്, അതിനകത്ത് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇതുപോലെ ആരും നിന്നെ വിളിക്കാനില്ലെങ്കിലും നിന്നെ വിളിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ യേശുവാണ്, അവന്റെ യേശുവാണ്. 90, 100, 120 അങ്ങനെയൊന്നും ബോധിക്കല്ലേ. ഞാൻ ആഗ്രഹിക്കുന്നത് കേൾക്കണോ? ഞാൻ നെഗറ്റീവ് പറയുന്നില്ല. സ്തോത്രം. അത്രേ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാലും കർത്താവ് എന്നെ വിളിക്കത്തുള്ളൂ മോനെ. ഇളകി ആര് മോളെന്ന് വിളിക്കാനാ? പക്ഷെ വിളിക്കുന്ന ഒരുവനുണ്ട്. അവനാണ് നിന്റെ യഥാർത്ഥ അപ്പൻ, അവനാണ് യഥാർത്ഥ പിതാവ്. അതുകൊണ്ട് ആരുടെ വിളിയല്ല, എനിക്ക് അവന്റെ വിളി മതിയെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അതുകൊണ്ട് ലോകം നമ്മളെ വിളിക്കുന്ന പേരിൽ നമ്മൾ ജീവിക്കരുത്.
അത് തൂത് പിടിക്കുന്നുണ്ടോ? ലോകം വിളിക്കുന്ന പേരിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. അവൻ കർത്താവ് എന്നെ എന്ത് വിളിക്കുന്നു അതിൽ വേണം നമ്മൾ ജീവിക്കാൻ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ വിളിക്കുന്നത് എന്താണ്? ആ സന്തോഷത്തിന്റെ ആ ഹാൻഡോവറല്ല അവൻ ജീവിക്കുന്നത്. സമൂഹത്തെ വിളിക്കേണ്ടതിന് പ്രശ്നമല്ല. ഇന്ന് ഹോസന്ന, ആമേൻ, ദാവീദ് പുത്രൻ ഹോസന്ന എന്ന് പറഞ്ഞ വസ്ത്രം ഊരി വഴിയിലിട്ട് ചില്ലക്കൊമ്പുകൾ വെട്ടി എറിഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അത്യുച്ചത്തിൽ ആർത്ത അതേ അതരം കൊണ്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വിളിക്കുക, ഇവരെ ക്രൂശിക്കാം. അവൻ അടുത്തിരിക്കാൻ തൊട്ട് പറ, ഇതാ ലോകം എന്ന് പറ. ഇതാ ലോകം, ഇതാ ലോകം. വാസ്തവായാലും ശരി, വിശ്വാസിയായാലും ശരി, അഭിഷിക്തന്മാരായാലും ശരി, ആരായാലും ശരി, ഇഷ്ടക്കേട് കാണുമ്പോൾ വിളിയുടെ സ്വഭാവം മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയൊന്ന് മാറിപ്പോകരുത് വിളി. അതെ, വിളിക്കേറ്റ കുറച്ച് പേര്. പക്ഷേ നമ്മുടെ പരാജയത്തെ, നമ്മുടെ വീക്ക്നെസ്സിനെ, നമ്മുടെ ഇന്നലകളെ, നമ്മുടെ വേദനയെ വലുതായി കാണാതെ എന്നും നിന്റെ മകനെ മകളെ എന്ന് വിളിക്കുന്നവൻ. അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് ആമേൻ ഇന്ന് ലോകം വിളിക്കുന്ന പേരിന്റെ അടിസ്ഥാനത്തിലല്ല. എന്റെ ദൈവനെ എന്ത് വിളിക്കുന്നു അതിൽ. അതെന്താ വേണ്ടത്? 34ാമത്തെ വാക്യത്തോടെ വായിച്ച് മകളെ, ഒറ്റ വാക്കിനകത്ത് അല്ലെങ്കിൽ ഒറ്റ സ്പർശനത്തിനകത്ത് അവൾക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തെ തൊട്ടു. യേശുവിന്റെ ശക്തി പുറപ്പെട്ടു. ഒറ്റ ഇൻസിഡന്റ് അവരുടെ സ്റ്റോറിയെ മൊത്തം മാറ്റി, അവളുടെ എല്ലാ കഥയെ മാറ്റി. ഇന്ന് പകരാനോട് പരിശുദ്ധമ പറയുന്നു, എപ്പോഴും എനിക്ക് സമയം പറയാൻ അറിയില്ല, പക്ഷെ ഒറ്റ ഇൻസിഡന്റ് മതി എന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ, നിന്റെ സകല പരാജയത്തിന്റെ കഥകളെ മാറ്റാൻ. എന്റെ യേശുവിന് ഒരു സെക്കൻഡ് മതി. In Jesus' name, change your story forever and ever. എത്ര മക്കൾ വിശ്വസിക്കാൻ കഴിയുന്നു? എന്റെ യേശുവിന്റെ ഒരു സ്പർശനം കൊണ്ട് എന്റെ ജീവിതത്തിന്റെ കഥ എന്നേക്കുമായി മാറും. പ്രവചിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ കഥ മാറാൻ. മനുഷ്യൻ പറയുന്നു, ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഇതൊന്നും ഇങ്ങനെയായിരിക്കും, അയ്യോ ഇവനെ നമുക്ക് അറിയുന്നില്ല, ഇവിടെ നമുക്ക് അറിയുന്നില്ല, എന്റെ കൂടെ പഠിച്ചതാ, എനിക്ക് നന്നായി അറിയാം. ഇങ്ങനെയൊക്കെ നമ്മുടെ പരാജയം, നമ്മുടെ നെഗറ്റീവ് വശങ്ങളെ ഉയർത്തി പിരിപ്പിച്ച് കാണിച്ച് അവർ നമുക്ക് വിലയിടുമ്പോൾ ഇന്ന് രാവിലെ നിന്റെ ലൈഫിൽ ഒരു സ്പാർക്ക് മതിയെന്ന് നിന്റെ എന്റെ സ്റ്റോറി എന്നേക്കുമായി മാറ്റാം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്റെ കുടുംബത്തിന്റെ ചിത്രം മാറാൻ പോകുന്നു, എന്റെ ഭാര്യയുടെ ചിത്രം മാറാൻ പോകുന്നു, എന്റെ കുഞ്ഞുങ്ങളുടെ ചരിത്രം മാറാൻ പോകുന്നു. നിന്നെ കുറിച്ച് വലുതും വിശാലവും സഫലവുമാകുന്ന പദ്ധതികളുണ്ട്, നിന്നെ കുറിച്ച് നല്ല ഡിസൈനുകളുണ്ട്. ദൈവത്തിന്റെ കയ്യിൽ നിന്റെ ഭാഗ്യം ഡിസൈൻ ചെയ്തിരിക്കുക. ഈ വചനം പറയുമ്പോൾ എന്റെ ഉള്ളം കത്തുന്നുണ്ട്. ആമേൻ. നീ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, ഏത് വളർത്തപ്പെട്ടു, ഏത് സ്കൂളിൽ പഠിച്ചു, ആമേൻ, നിന്റെ ഇന്നത്തെ അവസ്ഥ, ആമേൻ, ഒത്തിരി ചോദ്യങ്ങൾ, ഒത്തിരി പരാതികൾ, ഒത്തിരി പരിമിതികൾ നിനക്കുണ്ട്. അതിനെ വലുതായി കാണാതെ പറ, ഒറ്റ സ്പർശനം കൊണ്ട് എന്റെ ലൈഫ് മാറുമെങ്കിൽ കർത്താവേ എനിക്ക് ആ സ്പർശനം ഒന്ന് വേണം. രണ്ട് തലങ്ങളുണ്ട്. വേണേ കർത്താവിന്റെ സ്പർശനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി പിടിക്കാം. ഇവിടെ എന്ത് ചെയ്തു? യേശു തൊടാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്തില്ല. കർത്താവ് യേശു തൊടത്തില്ല, കാരണം അവർക്ക് സമൂഹത്തിൽ എല്ലാവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ആരും കാണാതെ പുറകിൽ മറഞ്ഞു വന്ന് അവൾ എന്ത് ചെയ്തു? വസ്ത്രത്തിന്റെ വിളമ്പ് തൊട്ടു. ദൈവത്തെ സ്തോത്രം ചെയ്തു. വിശ്വാസത്തോടെ യേശുവിനെ ഒന്ന് സ്പർശിച്ചാൽ എനിക്കറിയത്തില്ല, സ്റ്റോറി മാറാൻ പോവുകയാണ്, സ്റ്റോറി മാറാൻ പോവുകയാണ്, സംഭവിക്കാൻ പോവുകയാണ്. സാരെഫാത്തിന്റെ പ്രവേശന കവാടത്തിൽ വെച്ച് ആമേൻ വിധവയും ഏലിയാവും തമ്മിൽ
ഒരു എൻകൗണ്ടർ നടന്നു. എന്താ എൻകൗണ്ടർ? കുടിക്കാൻ വെള്ളം വേണം, വെള്ളം എടുക്കാൻ തിരിഞ്ഞപ്പോൾ അപ്പം വേണം. ആമേൻ, അത്രയുള്ള എൻകൗണ്ടർ. പക്ഷെ അതിനകത്ത് സംഭവിച്ചതെന്നറിയാമോ? ആമേൻ, അവളുടെ കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും പട്ടിണി മാറാൻ, ക്ഷാമകാലത്ത് പട്ടിണി മാറാൻ ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊവിഷൻ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊവിഷൻ. നമ്മളിതൊക്കെ പലപ്പോഴും പറഞ്ഞു വിടാറുണ്ട്, വിശ്വസിക്കാൻ പറ്റുമോ? ചുമ്മാ ഇരിക്കുന്ന പാത്രത്തിനകത്തേക്ക് മാവ് ഒന്ന് നിറയുക, ചുമ്മാ ഇരിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഓയിൽ ഒന്ന് നിറയുക. സംഭവിക്കോ? ആരും കൊണ്ട് ഒഴിക്കാനാ, എങ്ങനെ വരാനാ? ചിന്തിച്ചിട്ട് ഒരു പിടി കിട്ടത്തില്ല. കൂടുതൽ ചിന്തിക്കരുത്. അമ്മേ, കൂടുതൽ ചിന്തിക്കപ്പെടില്ല. അത് പിടിക്കുന്നത് വെറുതെ ഇരുന്ന് ആവശ്യമില്ലാത്ത ചിന്തിച്ചിട്ട് എനിക്ക് പിടി കിട്ടുന്നില്ലെന്ന് ആരും എന്നോട് പറയരുത്. ആവശ്യമില്ലാത്ത ചിന്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബോധമില്ലാതെ ചിന്തിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആവശ്യമില്ലാത്ത ചിന്ത തലയ്ക്കകത്ത് കയറ്റരുത്. സ്വതന്ത്രം 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 ഏതില്ല ഇല്ല. ഞങ്ങൾ ചിന്തിക്കും, ചിന്തിച്ചനുഭവിക്കും. ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടിയിട്ട് BP, ടെൻഷനും ഡീപ് ഡിപ്രഷനും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ദൈവം ഉത്തരവാദിയല്ല. ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്. അടുത്ത ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്. ചിന്താ മക്കളോ ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. പലരും ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്. ഇക്കരക്കര നിൽക്കപ്പെടുത്തേന് പേരും മഴയത്ത് ആറ് കവിഞ്ഞൊഴുകുക. അക്കരെ എന്തുണ്ട്? ഒരു പോണ്ടൻ പട്ടി നല്ല തുടലിൽ കെട്ടി ഒരു കമ്പിയെ കെട്ടിയിട്ടേക്കുക. ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, ആറ് വറ്റുകയും പട്ടി തുടല് പൊട്ടിച്ച് ഇങ്ങനെ കയ്യിൽ വരികയും ചെയ്താൽ എന്റെ കാര്യം അതുകൊണ്ട് തീരും. ഇങ്ങനെ പലരും ചിന്തിക്കുന്നേ. ആമേൻ, ധൈര്യത്തോട് പറയണം, മാറ്റാനും പോകുന്നില്ല, പട്ടിയുടെ തുടരെ പൊട്ടാനും പോകുന്നില്ല. ഞാൻ സന്തോഷത്തോടെ ഇവിടെ നിന്ന് ആസ്വദിക്കും. ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദൈവത്തിനൊരു എൻകൗണ്ടർ, ഒരു സമാഗമം, ഒരു കൂടിക്കാഴ്ച നിന്റെ സകല ചരിത്രത്തെ മാറ്റാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. ഇതവയും തമ്മിലുണ്ടായ സമാഗമനത്തിനകത്ത് എന്താ സംഭവിച്ചത്? ആ രാജ്യത്തിന്റെ മുഴുവൻ പട്ടിണി മാറ്റാൻ അവരുടെ കുടുംബത്തിനകത്ത് ഒരു സമൃദ്ധി വെളിപ്പെട്ടു. അതുകൊണ്ടാണ് യശയ്യാ 62:6-7 വാക്യങ്ങളിൽ യെരൂശലേമേ, ഞാൻ നിന്നെ പ്രശംസാ വിഷയമാക്കുവോളം. ഒരു പ്രശംസാ വിഷയമാകാനല്ല. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ കഥ പറയുന്നു, നീ ഒരു പ്രശംസാ വിഷയമാകാനുള്ളതാണ്. നിന്റെ തലമുറ ഒരു പ്രശംസാ വിഷയമാകാനുള്ളതാണ്. നിന്റെ സഭ ഒരു പ്രശംസാ വിഷയമാകണം. നിന്റെ ശുശ്രൂഷ, നിന്റെ ജോലി, നിന്റെ പ്രൊഫഷൻ, നിന്റെ സകല മേഖല കൈതൊടുന്നതെല്ലാം ഒരു പ്രശംസാ വിഷയമാകണം. പ്രശംസാ വിഷയമാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സമാഗമം, അതിനടുത്ത് ചെല്ലണം, അതിനടുത്ത് ചെല്ലണം. അതുകൊണ്ട് തക്ക സമയത്ത് സഹായത്തിലുള്ള കൃപ ലഭിക്കേണ്ടതിന് കൃപാസിംഹാസനത്തോളം ധൈര്യത്തോടെ ആരാധനയ്ക്ക് വന്നിരുന്ന് ഹല്ലേലൂയ വെറ്റിലേക്ക് ചുണ്ണാമ്പ് പോലെ ഞാൻ അടിച്ചാൽ എന്റെ കൈയുടെ തുണി ഇറങ്ങുമോ എന്നൊക്കെയുള്ള ഫാഷനുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 250 വർഷമായി പറഞ്ഞാലും ഒരു എൻകൗണ്ടറും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ മനുഷ്യരുടെ മുഖം നോക്കാതെ അപ്പാന്ന് വിളിച്ച് ദീർഘനാളുകൾ കാണാതിരിക്കുമ്പോൾ കുഞ്ഞപ്പനെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു പ്രകടനമില്ലേ, ഒരു സ്നേഹ പ്രകടനമില്ലേ? അത് ഫോർമാലിറ്റി നോക്കിയല്ല. വേറെ എന്തെങ്കിലും ചിന്തിച്ചോണ്ടാണോ? അപ്പനാണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പനെ കാണുമ്പോൾ എക്സൈറ്റഡ് ആകുക. അവനെ ആരാധിക്കാൻ വരുമ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. ഹല്ലേലൂയ. നമുക്കാണ് എൻകൗണ്ടർ സംഭവിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. നിന്റെ പേരിനെ മാറ്റുന്ന, നിന്റെ സകല മുഖഛായയെ മാറ്റുന്ന, രോഗം ചാർത്തി നൽകിയ പരാജയത്തിന്റെ ലേബലിനെ കർത്താവ് എടുത്തു മാറ്റിയിട്ട് മറ്റൊരു ലേബൽ ഇന്ന് അവൻ നിന്റെ മേൽ ചാർത്തി നൽകിയ, അത് നീ അവന്റെ മകനാണ്, അവന്റെ മകളാണ്.
കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ശക്തിയോടെ ഹല്ലേലൂയ. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, ആരെങ്കിൽ ലേബൽ മാറാൻ സമയമായി. നിന്റെ കുടുംബത്തിന്റെ ചിത്രം കർത്താവ് മാറ്റുകയാണ്, നിന്റെ ചരിത്രം മാറ്റുകയാണ്. പലരും നിന്നെ നോക്കി പറയും, അയ്യോ ഇതവനല്ലേ, ഇതവനല്ലേ, എന്താ സംഭവിച്ചത്, എന്താണ് ഈ മാറ്റം എന്ന അതിശയം മൂലത്തക്ക നിലയിൽ കരകൾ അടിച്ച് വായ്കൾ തുറന്ന് ആരെ ദൂത് സ്വീകരിച്ച് ആരാധിച്ച് എന്റെ ഭാവി നിയന്ത്രിക്കുന്നത്, എന്റെ ഭാവി നിശ്ചയിക്കുന്നത് സമൂഹമല്ല, എന്റെ ചുറ്റും നിൽക്കുന്ന പരിഹാസികളല്ല, എന്റെ ചുറ്റുമുള്ള അപഹാസികളല്ല, എന്റെ ഭാവി യേശുവിന്റെ കാര്യങ്ങളിൽ. അയ്യോ അവര് ചുറ്റുമൊക്കെ നമുക്ക് എന്തു പറയും, അവരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും, മനുഷ്യൻ എന്ത് പറയും, അവരെന്ത് പറയാൻ പറയട്ടെ. മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് നിന്റെ ഭാവി അതിനനുസരിച്ച് ഒഴുകരുത്. അവനല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് അവൻ നിന്റെ മകനെ മകളെ എന്ന് വിളിച്ച് മാറോട് ചേർത്തണയ്ക്കുന്ന സ്നേഹനദിയ സ്വർഗീയ പിതാവ ആ കർത്താവിൽ ലൈവായിട്ട് ഇന്ന് പകൽ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവൻ നിന്നെ എന്തിനാ തുണിക്കുന്നേ, എന്തിനാ നിരാശപ്പെടുന്നേ? ഇന്ന് പകൽ നിന്റെ തലമേ വീണ അവൻ ആ നിരാശയുടെ മൂടുപടം അഭിഷേകം നിലനിന്ന് ജ്വലിക്കുമ്പോൾ അവരെ വലിച്ചു കീറിയിട്ട് ആ നിരാശയുടെ, ആ ശാപത്തിന്റെ, ആ വേദനയുടെ മൂടുപടത്തെ വലിച്ചു കീറിയിട്ട് അവന്റെ മകനും മകളുമാണ്. വചനത്തിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ ദൂത് ഇടപെടുമ്പോൾ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നവർ ക്ഷണത്തിൽ ചെന്ന് സംഭവിക്കും. ദൈവം സംസാരിക്കുകയാണ്, ഒരു മനുഷ്യന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ദൈവം സംസാരിക്കുമ്പോൾ അതേ സഭ ഇത് എന്നോടുള്ള ആലോചനയാ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് ചാടി പിടിക്കുമ്പോൾ ഇവിടെ വെച്ച് തന്നെ ഇന്ന് മകൾ ചില എൻകൗണ്ടറുകൾ സമയമാണ്, മാറ്റുന്ന സമയമാണ്, നിന്റെ ഭാവി കർത്താവ് നിശ്ചയിക്കുകയാണ്. രോഗമല്ല, വിഷാദമല്ല, സമൂഹമല്ല, ദുർമന്ത്രവാദമല്ല, വിചാരമല്ല,